ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന. നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വെക്കേഷനൊക്കെ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് പോകുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് എന്തായാലും നമുക്ക് എന്തൊക്കെ വേണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എല്ലാ സബ്ജക്റ്റിലും വേണം കേട്ടോ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ലൈവൊക്കെ കണ്ട് പഠിക്കുന്നുണ്ടാവും. ബേസിക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. നമ്മളെ ബാച്ചിലേക്കും എൻ്റെ കുട്ടികൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം മാത്സ് ഒക്കെ സെറ്റാക്കി പവറാക്കി എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന ഈ ഒരു വർഷത്തിൽ സൂപ്പറായിട്ട് ഫുൾ മാർക്കോട് കൂടെ തന്നെ പാസ്സാവണം. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കഴിഞ്ഞ വർഷം നമ്മൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞതേ വന്നുള്ളൂ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വർഷവും നമുക്ക് അതുപോലെ തന്നെ പഠിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ, നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ വെക്കേഷനിൽ കളിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ ടി വി കാണണ്ട, ഫുട്ബോൾ കളിക്കേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയും വിനിയോഗിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഫ്രാക്ഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. സോ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി ആദ്യമേ എടുത്തിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മക്കൾ സെറ്റ് ആയിരിക്കും ആ ചാപ്റ്റർ എത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ആഡിഷനും മൾട്ടിപ്ലിക്കേഷനും അതേപോലെ സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ അഡിഷനും സബ്സ്ട്രാക്ഷനും നിങ്ങൾ എന്തായാലും ഓൾമോസ്റ്റ് അത് ഇപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കണം. ബിക്കോസ് നിങ്ങൾക്ക് വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഒരു ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ആ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ആൻസറും കൂടെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് വന്നിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് കേട്ടോ. രണ്ട് ഫ്രാക്ഷൻസ് ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം കിട്ടും. അപ്പോൾ ഇപ്പോൾ ബോർഡിൽ എൻ്റെ കുട്ടികൾ രണ്ട് ചോദ്യങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഈ രണ്ട് ചോദ്യം വളരെ സിമ്പിളാണ് കേട്ടോ. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിച്ച് നിങ്ങൾക്ക് എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ അതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കേടാ, ഇത്രയും എളുപ്പമാണ് കേട്ടോ. 4/10 × 2/4. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഗുണിക്കണമെങ്കിൽ എങ്ങനെ ഗുണിക്കണം? നേരിട്ട് ഗുണിച്ചാൽ മതി. സോ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നാൽ ഈ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ ആവും. ഓക്കെ, അപ്പോൾ നേരെ മൾട്ടിപ്ലൈ ചെയ്തോലെ 4 × 2 കേട്ടോ. നമ്മൾ ന്യൂമറേറ്റർ 4 × 2 വരും, ഡിനോമിനേറ്റർ 10 × 4 എന്ന് വരും. 4 × 2 8 ആണ്, 10 × 4 40 ആയിരിക്കും വരിക. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് എഴുതണം എൻ്റെ കുട്ടികൾ എന്തായാലും. അപ്പം നമ്മൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതും എനിക്ക് കിട്ടുന്നതും കൂടെ സെയിം ആണോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. 4/6 × 3/5. നമ്മൾ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ കേട്ടോ. നേരെ ഫൈറ്റിംഗ് ആണ് അല്ലേ. നേരെ 4 × 3 ഡിവൈഡഡ് ബൈ 6 × 5 വരും. 4 × 3 എത്രയാടാ? 4 3 12 അല്ലേ. അപ്പോൾ 12/6 30 എന്ന് വരും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു പ്രോബ്ലം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? 7/9 × 5/8. എന്ത് ചെയ്താൽ മതി, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഇത് 7 × 5 ഡിവൈഡഡ് ബൈ 9 × 8. ഇപ്പം 9 × 8. ഇനി നിങ്ങൾക്ക് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല അല്ലേ, 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പോയിട്ടോ. അതൊക്കെ പഠിക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ 7 5 35 9 8 72 എന്നും വരും അല്ലേ. അപ്പോൾ 35/72 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ എളുപ്പമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനും, ഡിവൈഡ് ചെയ്യാനും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന ഒരാൾക്ക് കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ എന്താ, നേരെ ഫ്രാക്ഷൻസുകൾ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളെ ആൻസറായി. സോ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സിമ്പിളാണ്. പക്ഷേ അതിൽ നിന്നും ചെറിയൊരു മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഡിവിഷൻ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്താണെന്നറിയോ, നോക്കിക്കേ, രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? 3/8 ഡിവൈഡഡ് ബൈ 2/3. ഇവിടെ 3/8നെ 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹരിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, ആരെ കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്? 2/3 കൊണ്ട്. അവനെ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തല തിരിച്ചിട്ടിട്ട് നിങ്ങൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് ആൻസറായി. ഈ തല തിരിച്ചിടുന്നതിന് നമ്മൾ എന്താ പറയുക, റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ
വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എടാ നോക്കണേ, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 3/8 നമ്മൾ എന്ത് ചെയ്യുന്നു, 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഇതിനെ തലതിരിച്ചിടണം. അപ്പൊ 2/3 തലതിരിച്ചിട്ടാൽ എന്ത് വരും, 3 നേരെ മുകളിൽ വരും, 2 നേരെ താഴെ വരും അല്ലെ. അപ്പൊ എന്ത് വരും ഇവിടെ, 3/2 എന്ന് വരും. എന്നിട്ട് ഗുണിച്ചാൽ നമ്മൾ ആൻസർ ആയി. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ, എന്ത് ചെയ്താൽ മതി, നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3 × 3 എത്ര വരും, 3 × 3 9, 8 × 2 16 എന്ന് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ആരാണോ ഡിവൈഡ് ചെയ്യാനുള്ളത് അവനെ തലതിരിച്ചിടണം, നേരെ അങ്ങനെ കുത്തനെ പിടിച്ചിടാ, എന്നിട്ട് ഗുണിച്ച് കളയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 1/9 7/3 കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, അതെ 1/9 7/3 കൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് തലതിരിച്ചിടണം അല്ലെ. 7/3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവനെ തലതിരിച്ചിടുക. അപ്പൊ 7 നേരെ താഴെ വരും. അപ്പൊ എന്തായി, 3/7 എന്നായി. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ആൻസർ ആയി അല്ലേ. അപ്പൊ നോക്കാലോ, 1 × 3 3 ആയിട്ട് വരും. 7 × 9 63 ആയിട്ട് വരും. റെഡി അല്ലേ, കിട്ടിയില്ലേ, ആൻസർ കിട്ടിയില്ലേ. വളരെ സിമ്പിൾ ആണ്. ഈ കാര്യം മക്കൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതും ഇതേപോലെ തന്നെ ഡിവിഷൻ്റെതാണ്. അതിലൊരു പ്രോബ്ലം ഞാൻ ചെയ്യും, രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്, 6/2 ഡിവൈഡഡ് ബൈ 2/5. അപ്പൊ നമ്മൾ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവനെ എന്ത് ചെയ്യണം, തല തിരിച്ചിടണം, റെസിപ്രോക്കൽ എടുക്കണം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അവിടെ 6/2 2/5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ തല തിരിച്ചിടുക അല്ലെ. അപ്പൊ എന്താവും, 5/2 എന്നാവും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നേരെ മൾട്ടിപ്ലൈ ചെയ്തോ, 6 × 5 30, ആൻഡ് ദെൻ അടുത്തെന്താ 2 × 2 4 എന്ന് വരും. കണ്ടോ, സിമ്പിൾ ആയില്ലേ. അപ്പൊ അവസാനത്തിന്റെ ആൻസർ എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക കമന്റ് ബോക്സിൽ. സോ സിമ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ, ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.